പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദുഃഖ ശനിയാഴ്ച അല്ല, വലിയ ശനിയാഴ്ചയാണ്. ശരിക്കും മാമോദീസ വ്രത നവീകരണമൊക്കെ നടത്തുന്ന ഒരു ദിനമാണ്. അതായത് എന്തിനാണ് ഈ മാമോദീസ വ്രത നവീകരണം നമ്മൾ ഇന്ന് നടത്തിയത്? അതായത് നമ്മൾ ശരിക്കും കടന്നു വന്നിട്ടുള്ള ആ തിന്മയുടെ കെട്ടുകളെല്ലാം, സ്വാധീനങ്ങളെ മുഴുവൻ ഇന്ന് ആ മാമോദീസ വ്രത നവീകരണം നടത്തിയതിലൂടെ കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഇനി അങ്ങനെ ശുദ്ധീകരിച്ച അവസ്ഥയിൽ സ്വർഗം നൽകുന്ന വാഗ്ദാനം എന്താണ്? അത് 2 ദിനവൃത്താന്തം 7:14 പറയുന്നുണ്ട്. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം, ക്രിസ്തുവിൻ്റെ നാമം പേറുന്ന ക്രിസ്ത്യാനി പറയാണ്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. അതാണ് ഇന്നലെ നമ്മൾ പരിഹാര പ്രദർശനത്തിലൊക്കെ പങ്കെടുത്തില്ലേ? തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും, മിനിഞ്ഞാന്ന് പെസഹയാഴ്ച കുറേ സമയം നമ്മൾ ദേവാലയത്തിൽ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചില്ലേ? തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ, പെസഹയ്ക്ക് മുമ്പായിട്ട് നല്ലൊരു കുമ്പസാരം നടത്തിയില്ലേ? തങ്ങൾ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശത്തെ അനുഗ്രഹിക്കും. അപ്പോൾ ഇതാണ് മാമോദീസ വ്രത നവീകരണത്തിലൂടെ ഒരു ദൈവമക്കളുടെ സ്വർഗത്തിൽ പൗരത്വമുള്ള മക്കളുടെ നമ്മുടെ വിസ വീണ്ടും പുതുക്കി തന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പാതിര കുർബാനയ്ക്ക് നല്ല ഒരുക്കത്തോടെ പോകണം. നിങ്ങൾക്ക് ഉറങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് 10 മിനിറ്റൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ലതാണ്. നല്ല ഒരുക്കത്തോടെ വേണം പാതിര കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അച്ഛനെ നിങ്ങളോട് നൽകാനുള്ള ഒരു നിർദ്ദേശം നൽകുകയാണ്. നമ്മൾ നാളെ പാതിര കുർബാന കഴിഞ്ഞ് ഒരുപാട് ജീവിതങ്ങളെ പിശാച്ച് നാളെ വേട്ടയാടി പിടിക്കും. അതായത് കുർബാനയിലെ സിനിമ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ 50 ദിവസം നേടിയെടുത്ത എല്ലാ ചൈതന്യവും കുടിയന്മാരന്ന് അവസാനിപ്പിക്കുന്ന പോലെ നമ്മുടെ നമ്മൾ കുടിക്കുന്നില്ല എന്നേ ഉള്ളൂ. കൃപ മുഴുവൻ ചോർത്തി കളയുന്ന പ്രവർത്തനങ്ങളൊന്നും നാളെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.